അങ്ങനെ ഇച്ചു നമ്മളൊക്കെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോൾ തന്നെ വില്ലമ്മയും മീച്ചിയും വില്ലച്ചനും എല്ലാവരും ഏട്ടനെല്ലാം കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മയും അമ്മാച്ചനും ഒക്കെ വീട്ടിലേക്ക് ഇച്ചുവിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വില്ലമ്മയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ട് വരുന്നത്, ജീൻസും ടോപ്പൊക്കെ ആയിട്ട്. അത് കണ്ടപ്പോൾ എനിക്കും അതുപോലത്തെ ഒക്കെ വാങ്ങണം എന്ന് തോന്നുകയാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനും വന്നു. അച്ഛനെ കണ്ട സന്തോഷമായിരുന്നു ഇച്ചുവിന്. പിന്നെ ആരൂട്ടനും ഇല്ലോണ്ട് ഇച്ചുവിന് കളിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവൻ്റെ കൂടെ കുറേ സമയം കളിച്ചു. നമ്മളാണെങ്കിൽ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാലേ തീരൂല. അതാണ് ഏറ്റവും വലിയ യുദ്ധം. കാരണം നമ്മൾ കുറേ നാൾ കൂടി കാണുന്നതാണ്. അതുകൊണ്ട് കുറേ വർത്താനം പറയാനുണ്ടാവും. പക്ഷേ ഇവർ വന്നു പോയി എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. വന്ന് നമ്മൾ ചോറൊക്കെ തിന്നാകുമ്പോഴേക്ക് തന്നെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെല്ലാവരും വിട്ടിട്ടുണ്ട്. കുറേ ദൂരെ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും മോനും കൂടി ഏട്ടനൊരു ബുക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാളും കൂടി ചിത്രമൊക്കെ വരച്ചിങ്ങനെ കളിക്കുകയായിരുന്നു.